മനുഷ്യൻ എന്നതിന് പറഞ്ഞതിന് യാതൊരു മൂല്യവും അന്നുണ്ടായിരുന്നില്ല. മനുഷ്യനില്ല. കാരണം സ്വന്തം ഗോത്രത്തിലുള്ള ആളുകളെ മാത്രമേ മനുഷ്യരായിട്ട് അവരെന്ത് ചെയ്തുള്ളൂ, പരിഗണിച്ചിരുന്നുള്ളൂ. മറ്റേ ഗോത്രത്തിലുള്ള ആളുകൾക്ക് ഒരു അവകാശവും ഒരു വകവെച്ചു കൊടുത്തിരുന്നില്ല. അതുപോലെ സ്വന്തം ഗോത്രത്തിന്റെ അടുക്ക് മനുഷ്യനെ മാത്രം പരിഗണിച്ചിരുന്ന, അതുപോലെ സ്വന്തം ഗോത്രത്തിന്റെ രക്തവും സ്വന്തം ഗോത്രത്തിന്റെ അഭിമാനവും സമ്പത്തും മാത്രം പരിരക്ഷിച്ചിരുന്ന, അത്രയും സങ്കുചിതമായി ജീവിതം കെട്ടിപ്പടുത്തിരുന്ന ഒരു ജനതയുടെ നടുത്തളത്തിൽ ഇറങ്ങിയിട്ടാണ് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കും. ജനങ്ങളെ എന്ന് വിളിക്കുന്നത് പോലും അന്ന് എന്തായിരുന്നു, വളരെ അപൂർവമായിരുന്നു. ഇന്ന ഗോത്രക്കാരെ എന്ന് വിളിക്കുള്ളൂ. മനുഷ്യരെ എന്ന് വിളിക്കില്ലേ, മനുഷ്യരെ എന്ന് മനുഷ്യന്മാർ വിളിച്ചത് എവിടെയാണ്? വേറൊരു വേദഗ്രന്ഥത്തിലുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വേദഗ്രന്ഥങ്ങളോ അതുപോലെ തന്നെ ഏതെങ്കിലും ആധികാരികമായ രാജ്യത്ത് പാർട്ടികളുടെയോ പ്രത്യയശാസ്ത്രങ്ങളുടെയോ ആധികാരികമായ ഗ്രന്ഥങ്ങൾ, ചിലത് സർവ്വരാജ്യ തൊഴിലാളികളെയാണ് വിളിച്ചത്, ചില ആളുകൾ മുതലാളിമാരെ, ക്യാപിറ്റലുള്ള ആളുകളെ മാത്രമാണ് അഭിസംബോധന ചെയ്തത്. ചില ആളുകൾ എന്ത് ചെയ്തു, ചില ദേശങ്ങളിലുള്ള ആളുകൾ മാത്രമാണ്, ചില വർണ്ണങ്ങളിലുള്ള ആളുകളെ മാത്രമാണ് ഈ ആധുനിക കാലത്ത് പോലും അഭിസംബോധന ചെയ്തേണ്ടി വന്നത്. കാരണം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത്രയും ഡിസ്ക്രിമിനേഷൻ സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യഥാർത്ഥ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലായ്മ ചെയ്യുകയും മനുഷ്യന്റെ ഡിഗ്നിറ്റിക്ക് വലിയൊരു പദവി നൽകി ആദരിക്കുകയും ചെയ്തു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം യഥാർത്ഥം നമുക്കറിയാം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ ലോകത്തെ മുസ്ലിം ഉമ്മത്തിന് ഒരു വസിയത്ത് നൽകുകയാണ്. ആ വസിയത്ത് എന്താണ്? ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ. ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് ഈ ആശയവും ആദർശവും എന്ത് ചെയ്യണം, എത്തിച്ചു കൊടുക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് നമ്മൾ നിർവഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം വാപ്പാനോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന വാപ്പ പറഞ്ഞ വസിയത്ത് നടപ്പിലാക്കലാണ്. അല്ലാതെ വാപ്പ ഉഷാറാണെന്ന് മധു പാടലല്ല. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ യഥാർത്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ചൊരു വസിയത്ത്. ആ വസിയത്ത് എന്താണ്? ഈ സന്ദേശം എത്താത്ത ലോകത്തെ ഏതൊക്കെ പ്രദേശങ്ങൾ, മനുഷ്യർ, വംശങ്ങൾ, സമുദായങ്ങൾ, ഇന്ന ഹാദദ്ദീൻ യബ്ലുഗുമാ ബലഗൽ ലൈലു വന്നഹാർ, ഈ ദീൻ എന്തായാലും എവിടെ എത്തും, രാത്രിയും പകലും എവിടെ കണ്ടോ അവിടങ്ങളിലെല്ലാം ഈ ദീൻ എത്തുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ദീനിനെ എത്തിക്കുക എന്നുള്ള പറയുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ബാധ്യത. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അറഫയുടെ ഒരു വസിയത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നൽകിയതാണ്. ഈ ഉമ്മത്തിൽ ഓരോ മനുഷ്യനും 10-20 ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുത്താൽ ഇവിടെ നമ്മുടെ പരിസരങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഈ സന്ദേശം എത്തുമെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്.